പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സിറോ മലബാർ സഭയിൽ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ വളരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണ്. സഭ പണിതുയർത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയെ നിലനിർത്തുന്നത് സഭയാണ്. സഭയിൽ നമ്മൾ എന്നും അർപ്പിക്കുന്ന നമ്മുടെ സഭാജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായ ഈശോയുടെ സ്നേഹത്തിൻ്റെ അവതരണമായ എല്ലാ ദൈവശാസ്ത്രത്തിൻ്റെയും എല്ലാ വിശുദ്ധിയുടെയും ഉറവിടമായ ആ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഇന്ന് ആശംസിക്കുന്നു. പെസഹ ആചരണവും പുതിയ ഉടമ്പടിയും സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. യഹൂദരെ സംബന്ധിച്ച് പെസഹ അവർക്ക് പല കാര്യങ്ങളുടെയും അനുസ്മരണമായിരുന്നു. ഈജിപ്തിൽ നിന്ന് ആദിജാതരെ സംഹാരദൂതൻ സംഹരിക്കാതെ കടന്നുപോയതിൻ്റെ അനുസ്മരണമായിരുന്നു. പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ അതിലുണ്ട്. ദൈവിക സംരക്ഷണത്തിൻ്റെ ഓർമ്മ അതിലുണ്ട്. മറ്റൊന്നിനെ ഓർക്കുന്നതിൽ നിന്ന് തന്നെ എന്നേക്കുമുള്ള ഓർമ്മയാക്കി ഈശോ മാറ്റിയതാണ് പരിശുദ്ധ കുർബാന. പെസഹായും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഒരുപക്ഷെ അതാണ്. പെസഹ ഒന്നിൻ്റെ അനുസ്മരണമായിരുന്നു, പക്ഷെ പരിശുദ്ധ കുർബാന മറ്റൊന്നിനെക്കുറിച്ചല്ല, ഈശോയെക്കുറിച്ച് തന്നെ നൽകിയ ഓർമ്മയും അനുസ്മരണവുമാണ്. അതിനായി ഈശോ സ്വയം മുറിച്ചു നൽകി. ഈശോ അത്താഴമേശയിൽ നിന്ന് അപ്പം എടുത്തിട്ട് ശിഷ്യന്മാരുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്. ഇത് ഒരു കുഞ്ഞാടിൻ്റെ ശരീരമാണെന്നോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആണെന്നോ അല്ല, ഇത് എൻ്റെ ശരീരമാണ് എന്നാണ് ഈശോ പറഞ്ഞത്. മറ്റൊന്നിനെ മുറിച്ച് കൊടുക്കുന്നത് പെസഹായും സ്വയം മുറിച്ചു നൽകുന്നത് വിശുദ്ധ കുർബാനയുമായി മാറുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവരെ കാണിച്ചല്ല, നമ്മളെ സ്വയം മുറിച്ചു നൽകി നമ്മളെ മറ്റുള്ളവർക്ക് കൊടുത്ത്, ഒരുപക്ഷെ പൗരോഹിത്യമായാലും സന്യാസമായാലും കുടുംബജീവിതമായാലും ഏകസ്ഥ ജീവിതമായാലും നമ്മളാരും നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല നമ്മുടെ ജീവിതങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. മറിച്ച് ഈശോയെ പോലെ ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ രക്തമാണ്, ഞാൻ എന്നെ നിങ്ങൾക്ക് സ്വയം നൽകുന്നു എന്ന് പറഞ്ഞ് ഓരോ രീതിയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധ കുർബാനയുടെ ആത്മീയ തലത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ യഹൂദരുടെ ജീവിത കേന്ദ്രം ജെറൂസലം ദേവാലയവും ആണ്ടുതോറുമുള്ള പെസഹ ആചരണവുമായിരുന്നു. ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം എൻ്റെ ഇടവക ദേവാലയമാണോ, അതുപോലെ അതിലർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാണോ എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയും എൻ്റെ വേദനകൾക്കുള്ള പരിഹാരവും എൻ്റെ ആവലാതികൾ ദൈവം കേൾക്കുന്ന സ്ഥലവുമെല്ലാം ഈ ദേവാലയവും ഈ പരിശുദ്ധ കുർബാനയുമാണ്. അതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണുന്നുണ്ടോ എന്നും അർഹിക്കുന്ന പരിഗണന ജീവിതത്തിൽ അതിന് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിന് നൽകുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. സാധാരണ പറയാറുണ്ട്, ഒരു മനുഷ്യന് പോകാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം അത് ഒരുപക്ഷെ വിശുദ്ധ നാടായിരിക്കണമെന്നില്ല, മറിച്ച് അവൻ്റെ ഇടവക പള്ളിയുടെ അൾത്താരയാണ്. കാരണം ഈശോ ഓരോ ദിവസവും ജനിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ആ രഹസ്യങ്ങൾ ഏറ്റവും വിശുദ്ധിയോടെ ആചരിക്കപ്പെടുകയും ചെയ്യുന്നത് ആ ഇടവക പള്ളിയുടെ അൾത്താരയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് പോകാവുന്ന ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം സ്വന്തം ഇടവക പള്ളിയും അതിൻ്റെ അൾത്താരയുമാണെന്ന ഓർമ്മ, അതിലർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ ഓർമ്മിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ സ്നേഹം അപ്പമായി മുറിച്ചു നൽകിയ, സ്വയം നൽകിയ ഈ ദിവസത്തിൽ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളും വിശുദ്ധ ബലി പോലെ പരിശുദ്ധ കുർബാന പോലെ ആക്കി മാറ്റണമെന്നും മറ്റുള്ളവർക്ക് സ്വയം മുറിച്ചു നൽകേണ്ടതാണെന്നും ഞങ്ങളെ അങ്ങ് ഓർമ്മിപ്പിക്കുന്നല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാകുവാൻ
വാക്കിലും പ്രവർത്തനത്തിലും മറ്റുള്ളവർക്ക് ഉപകാരവും ദൈവത്തിന് മഹത്വവും നൽകി ജീവിക്കുന്ന ജീവിതങ്ങളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.